അഫ്സൽ എന്നുള്ളൊരു സിംഗർ ഒരു അടിപൊളി സിംഗറായിട്ട് നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പാട്ടുകളും പാടാൻ പറ്റും എന്നുള്ളൊരു നമുക്ക് കാണിക്കാൻ പറ്റി എന്നുള്ള അതിന് അപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടി. അത് കമൽ സാറിനോടും മോഹൻ സിത്താര സാറിനോടും എസ്പെഷ്യലി മമ്മൂക്കാനോട് എനിക്ക് പറയണം. സിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള. ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് ചോട്ടാ മുംബൈയിലെ പാട്ടാണ്, വാസ്കോ ഡ ഗാമ. ഈ പാട്ടെന്ന് പറയുന്നത് ഈ പാട്ടില്ലാതെ ഒരു ന്യൂ ഇയർ ആഘോഷം ഇല്ല. എല്ലാ വർഷവും ന്യൂ ഇയറിന് ഈ പാട്ട് വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പൊ ചോട്ടാ മുംബൈ റീ റിലീസ് ചെയ്ത സമയത്തും ഈ പാട്ടിന് കിട്ടിയ ഒരു റിസപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര. ചോട്ടാ മുംബൈ ഈ വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന പാട്ടിലേക്ക് വരുന്നതും അതിന്റെ ഒരു കഥകളൊക്കെ എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും അന്ന് ഇങ്ങനൊരു സിനിമ ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അൻവർ റഷീദാണല്ലോ എൻ്റെ. അപ്പോൾ അദ്ദേഹം കൊച്ചിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹം കൊച്ചിയിലുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു പ്രൊജക്റ്റ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ എടുത്തൊരു തീരുമാനമായിരിക്കാം ചിലപ്പോൾ, കൊച്ചിക്കാരനായ എന്നെ കൊണ്ട് പാടിക്കണം. ഞാൻ മാത്രമല്ല, വിപിൻ സേവിയർ ഉണ്ട്, വിപിനും ഞാനും റീമിയും കൂടി ഞാൻ പാടിക്കണം. അപ്പോൾ ചിലപ്പോൾ ഞാനും വിപിനും കൊച്ചിക്കാരായതുകൊണ്ടായിരിക്കും നമ്മൾ കൂടുതൽ അവിടെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഈ പാട്ട് പറഞ്ഞ ഒരു ന്യൂ ഇയറിന് കൊച്ചി കാർണിവലും അവിടുത്തെ ആഘോഷങ്ങളൊക്കെ നമുക്ക് നേരിട്ടറിയുന്നതുകൊണ്ട് അങ്ങനെ കിട്ടിയതായിരിക്കാം. അതിനേക്കാളുപരി ഇങ്ങനത്തെ ഒരു അടിപൊളി പാട്ടാകുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ കൂടുതൽ ഞാൻ അടിപൊളി പാട്ടുകൾ പാടിയിരുന്നു. പിന്നെ രാഹുൽ രാജാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി ആയിരുന്നു ഈ സിനിമ. അപ്പം അദ്ദേഹം വളരെയധികം അത്രയും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, ആ ടൈമിൽ യങ് ജനറേഷൻ വരുന്ന സമയത്ത് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറായിരുന്നു രാഹുൽ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ തുടക്കം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പാടാൻ പറ്റി. പിന്നെ ഇതിൽ ലാലേട്ടൻ്റെ ഒരു ഡാൻസ് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഹൈ. അത് പിന്നെ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ആ ഒരു നമ്മൾ പണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പം തൊട്ട് അദ്ദേഹത്തിനെ നമ്മൾ കാണുന്നതാണ്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആ ഒരു മാനറിസവും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പാടാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനൊരു പാട്ട് സംഭവിച്ചു, അന്ന് പാടി. അത് ആ ടൈമിൽ അങ്ങനെ വലിയൊരു സിനിമ ഹിറ്റാണെങ്കിൽ പോലും അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങിയ കൂട്ടത്തിൽ അത് വലിയ, പക്ഷേ റീ റിലീസ് വന്നപ്പോഴാണ് പാട്ടിനും ഭയങ്കര ഒരു ഹൈപ്പ് കിട്ടി എന്നുള്ളതാണ്. ഡാൻസ് എല്ലാവരും അതിൻ്റെ കുറേ റീൽസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതും ഒരു സന്തോഷം. അങ്ങനെയൊക്കെയുള്ളൊരു സിനിമയുടെ ഭാഗമാകാനും അത് വീണ്ടും പുതിയ ജനറേഷനിലേക്ക് എത്തുമ്പോൾ അവരെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കാണുന്നതും ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ചോട്ടാ മുംബൈക്ക് അങ്ങനത്തെ ഒരു അതിലെ പാട്ടിനൊരു പ്രത്യേകത തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. അതിൻ്റെ മ്യൂസിക്കിനാണെങ്കിലും അതിൻ്റെ ഒരു സിംഗിങ്ങിലാണെങ്കിലും പിന്നെ ആ മ്യൂസിക്കിൻ്റെ ആംബിയൻസും അത് ജനങ്ങൾക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അങ്ങനെ ഒരു മ്യൂസിക്കാണത് രാഹുൽ അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത പാട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നാട്ടുരാജാവിലെ ചിങ്കപ്പടയുടെ രാജാവ് പാട്ടാണ്. ഇത് ലാലേട്ടനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാട്ടായിട്ട് മാറിയിരിക്കണം. അതിൽ ഏത് എഡിറ്റ് എടുത്താലും ഏത് മാഷപ്പ് ആയാലും ഈ പാട്ട് അതിൽ ഒഴിച്ചുവിടാനാവാത്തൊരു പാട്ടാണ്. അതിഭയങ്കരമായ ഒരു ഹൈ നൽകുന്ന ഒരു പാട്ടാണ്. ഇപ്പൊ എം ജയചന്ദ്രൻ സാറിന്റെ സംഗീതത്തില് ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയ ഗാനമാണ്. അതിന്റെ ഒരു എങ്ങനെയാണ് അത്? തീർച്ചയായിട്ടും നാട്ടുരാജാവ് എന്നുള്ള സിനിമയില് ലാലേട്ടന് ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്ന ഒരു സോങ് ആയിരുന്നു. അപ്പം അത് അന്ന് പാടുമ്പോൾ എം ജയേന്ദ്രൻ സാറാണ് അതിൻ്റെ മ്യൂസിക്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇങ്ങനെ പുള്ളിനെ കാണിക്കുമ്പോൾ ഒരു പവർ ആ പാട്ടിന് ഉണ്ടാവണം എന്നുള്ള. അപ്പോൾ സകല ശക്തി ഉപയോഗിച്ചാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് തന്നെ. ഞാനും രാജേഷ് വിജയ് എന്ന് പറഞ്ഞ സിംഗറും കൂടി, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ പാട്ട് പാടിയത്. തീർച്ചയായിട്ടും അന്ന് പാടിയപ്പോൾ ആ സിനിമയിലൂടെ ആ പാട്ട് കേട്ടെങ്കിലും ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ ഏത് ഒരു ക്ലിപ്പാണെങ്കിലും അല്ലെങ്കിൽ ചില ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ക്ലിപ്പിന് വരെ ചില ആൾക്കാർ ആ പാട്ട് ഇടാറുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ലാൽ സാറിൻ്റെ സിനിമകൾക്ക് വേണ്ടി അങ്ങനെ കുറേ നല്ല പാട്ടുകളൊക്കെ പാടാനുള്ള ഭാഗ്യം കിട്ടിയതൊരു വലിയൊരു കാര്യം തന്നെ. കാരണം ലാലേട്ടൻ്റെ സിനിമകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകുമാറേട്ടനാണ് കൂടുതൽ, MG ശ്രീകുമാറേട്ടൻ. അത് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വാസ്കോ ഡ ഗാമയാണെങ്കിലും ചിങ്കപ്പടയുടെ രാജാവാണെങ്കിലും ലാലേട്ടന് ലിപ്പില്ല. അതിൽ മീൻസ് വാസ്കോ ഡ ഗാമക്ക് കുറച്ചുണ്ടെങ്കിലും അവരൊരു ഗ്രൂപ്പ് ഓഫ് സിംഗിങ് എല്ലാവരും കൂടി ഉള്ളതാണ്. അപ്പം ലിപ്പ് ചെയ്ത് പാടുന്നത് കൂടുതലും MG ശ്രീകുമാറേട്ടനാണ് പാടിയിട്ടുള്ളത്.
അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ലാലേട്ടൻ്റെ സിനിമകളിൽ ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് അതിന് 2 വരി പാടാൻ. ആ പാട്ടിൽ ലിറിക്സിലാണ് മെയിൻ പ്രാധാന്യം. അപ്പം അത് കുഴപ്പമില്ല. അത് അല്ല വാസ്കോഡഗാമ വേണമെങ്കിൽ പാടായിരുന്നു. അത് അതാകുമ്പോ ലിറിക്സ് ബൈ ഹാർട്ട്. മറ്റേത് ലിറിക്ക് കുറേ ഉണ്ട്, അതാണ്. അപ്പൊ എന്നാ വാസ്കോഡഗാമ. ഓക്കെ. വാസ്കോഡഗാമ went to the drama, പുതുവർഷം കാണാൻ കവിളേലുമ്മ, നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ, നേരുന്നേ ഒന്നായി ഒരു നൂറുമ്മ, കൊച്ചിയിലെ മച്ചുനനെ കച്ചമുറുക്ക്, തപ്പുകളും തകിലുകളും കഴുകി മിനുക്ക്, കുത്തഴിയും നാളുകളെ കൊട്ടിയടക്ക്, പട്ടണവും ജീവിതവും തഴുകി മിനുക്ക്, സിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള. എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ റിലീസിന്റെ ഓർമ്മകളാണ് പെട്ടെന്ന് വരുന്നത്. ഈ തിയേറ്ററിൽ പോയിരുന്ന ഡാൻസ് കളിച്ച് മാക്സിമം തുള്ളി സിലും താളത്തിൽ നിന്നുള്ള വരുമ്പോ എല്ലാരും കൂടി ഭയങ്കര ആഹ്ലാദം, അങ്ങനെ എല്ലാരും കൂടി അത് നമ്മൾ ലൈവ് പാടുമ്പോഴും അത് ഓഡിയൻസ് അങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. ഈ പാട്ടുകളുടെ ഒരു പ്രത്യേക ഒരു ഈ ഹുക്ക് പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഈ സിലും താളത്തിൽ ആ പാട്ടൊരു ഹുക്ക് പോർഷൻ. ഇപ്പൊ അടുത്ത പാടം എന്ന് പറഞ്ഞാൽ റൺവേയിലെ ഷാബ ഷാബ എന്ന് പറയുന്ന പാട്ടാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സ്വാഗ് ഉള്ള ഒരു പാട്ടാണ്. ഇത് ഈ പറഞ്ഞ പാടുമ്പോൾ തന്നെ ഒരു സ്വാഗ് കൊടുക്കുന്ന, അതിന്റെ വിഷ്വലൈസേഷൻ ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അവതരിപ്പിച്ച ഒരു ഗാനമാണ്. അതിന്റെ ഒരു ഓർമ്മകളൊക്കെ അത് ഈ പറഞ്ഞവര് രാഹുൽ പറഞ്ഞ പോലെ തന്നെ ആ പാട്ടിന്റെ ഒരു വിഷ്വലൈസേഷൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ആദ്യമേ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ സുരേഷ് പീറ്റേഴ്സാണ് അതിൻ്റെ മ്യൂസിക്. ആക്ച്വലി ആ പാട്ട് അദ്ദേഹം തന്നെ പാടി വെച്ചിട്ടുണ്ടായിരുന്നു, സുരേഷ് പീറ്റേഴ്സ് തന്നെ പാടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. അപ്പോൾ അഭിനയിക്കുന്നത് ദിലീപേട്ടനായതുകൊണ്ടാവാം എനിക്ക് എന്നെക്കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിച്ചതാണ് ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി അത് പാടിക്കഴിഞ്ഞപ്പോൾ ചെന്നൈയിൽ പോയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ച് പോപ്പ് സ്റ്റൈലിലുള്ള സിംഗിങ് ആണത്, ഇങ്ങനെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ സിംഗ് ചെയ്യണം. പക്ഷെ എന്നാലും മലയാളം സിനിമയെന്നുള്ളൊരു ബോധ്യം വേണം, ഒരുപാട് ഒരു സൈഡിലേക്ക് പോകാനും പാടില്ല എന്നുള്ള. അപ്പോൾ ഫീമെയിൽ സിംഗർ സുനിത സാരഥിയാണ് പാടിക്കുന്നത്. പുള്ളിക്കാരത്തി പോപ്പ് സിംഗറാണ് ശരിക്കും പറഞ്ഞാൽ. റഹ്മാൻ സാറിൻ്റെ ഒക്കെ കുറേ ആ ടൈപ്പ് ഓഫ് വെസ്റ്റേൺ കൾച്ചറിലുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള സിംഗറാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പോയി സുരേഷ് പീറ്റേഴ്സ് പറഞ്ഞ് അഫ്സലൊന്ന് പാടി നോക്ക്, ദിലീപാണ് അഭിനയിക്കുന്നത്, അറിയാലോ ഡീറ്റെയിൽസ്. എന്നെ അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുപോയത് മറ്റേ ആൽവിൻ ആൻ്റണി ആയിരുന്നു പ്രൊഡ്യൂസർ. പുള്ളിയാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനൊരു പാട്ടുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ദിലീപ് അഭിനയിക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ നമുക്ക് ഒരു മലയാളിത്വം വേണം, എന്നാൽ ഒരു സിംഗിങ്ങിൽ ഒരു ഡിഫറെൻറ്റ് ഇതും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ചെന്നിട്ട് അപ്പോൾ ആൽവിൻ ആൻ്റണി ഞാനും കൂടിയാണ് ചെന്നൈയിൽ പോയത്. അങ്ങനെ സുരേഷ് പീറ്റേഴ്സ് ആ പാട്ട് പാടിച്ചു. അപ്പോൾ ഇതിൽ ആ ഒരു പോർഷൻ തന്നെ നേരത്തെ പറഞ്ഞ ഹുക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ ഡോൺ പോൽ മഞ്ഞിൻ നദിക്കരയിൽ, അതൊരു ഭയങ്കര ഒരു ഹൈ. അതെ അങ്ങനെ ഡോൺ പോൽ പായും അതിങ്ങനെ പാടുമ്പോൾ ഒരു വെസ്റ്റേൺ സ്റ്റൈലും വേണം, എന്നാലും മലയാളത്വം വേണം, ലിറിക്സിന് അങ്ങനെ ഭയങ്കര ഒരു ഇത് കൊടുക്കുകയും ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് ടഫാണ് അങ്ങനത്തെ പാട്ടുകൾ പാടാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പം അത് പാടി അങ്ങനെ വർക്കൗട്ടായി എന്ന് പറയുമല്ലോ നമ്മൾ ശരിക്കും. ഡോൺ പോൽ പായും മഞ്ഞിൻ നദിക്കരികെ പൂമ്പ്രാവായി നീ തൂവൽ കുടഞ്ഞിരിക്കേ, ഇങ്ങനെ ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള വിബ്രാറ്റോസും വേണം, എന്നാൽ മലയാളിത്തം അങ്ങോട്ട് പോവുകയും ചെയ്തില്ല പാടില്ല. അപ്പം അത് അത്രയും ശ്രദ്ധിച്ച് പാടണം. നമുക്ക് അഭിനയിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ദിലീപേട്ടനാണെങ്കിൽ ഒരു മലയാള സിനിമയാണ്, പിന്നെ ആ പാട്ട് സീൻ ആ രീതിയിലാണ് ചിത്രീകരിച്ചത്, ഒരു ഡിഫറെൻറ്റ് ഭയങ്കര ഇതിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു എഫേർട്ടായിരുന്നു. ആ എഫേർട്ടിന് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഇത് കിട്ടി, റെസ്പോൺസ് കിട്ടുകയും ചെയ്ത് ആ പാട്ട് നന്നായിട്ട് വരികയും ചെയ്തു. ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അഫ്സലിക്കയുടെ പാട്ടുകൾ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റൊമാൻറ്റിക് സോങ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അടിച്ചുപൊളി പാട്ടായിക്കോട്ടെ, ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു പാട്ടാണ് പോകാതെ എന്ന് പറയുന്ന പാട്ട്, രാപ്പകൽ. അത് അഫ്സലിക്കയുടെ ഏത് ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെയും വരുന്നൊരു കമൻ്റ് എന്ന് പറയുന്നത് ഈ പോകാതെ എന്ന് പറയുന്ന പാട്ട് എല്ലാവരുടെയും ഭയങ്കര ഒരു ഫേവറേറ്റ് പാട്ടുകളിലൊന്നാണ്. ആ പാട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? കാരണം ഒരു ഫാസ്റ്റ് നമ്പർ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, റൊമാൻറ്റിക് നമ്പർ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഇമോഷണൽ സോങ്ങിലേക്ക് ഭയങ്കര ഫീല് കൊടുത്ത ഒരു ഭയങ്കര ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ വരുന്ന ഒരു പാട്ടിൽ അഫ്സലിക്ക് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു
ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. സെലക്ട് ചെയ്തത് എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പാട്ടുകൾ ആണ് എനിക്ക് എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ കേൾക്കുന്നത്. അതിന് കാരണം എൻ്റെ ഫാദറാണ്. എൻ്റെ ഫാദർ കൊച്ചിയിൽ അറിയപ്പെടുന്ന മ്യൂസീഷ്യനായിരുന്നു. പുള്ളി ഒരു ഹിന്ദുസ്ഥാനി ബേസ് ഉള്ള ഒരു സിംഗറാണ്. ഇസ്മായിൽ എന്നാണ് പേര്, SM ഇസ്മായിൽ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പുള്ളി ഹാർമോണിയം വായിച്ച് വീട്ടിൽ ഇതേപോലുള്ള ഹിന്ദുസ്ഥാനി രാഗങ്ങളിലുള്ള പാട്ടുകളൊക്കെ പാടുന്നത് കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നേക്കണം, ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാവരും. അപ്പം അങ്ങനെ ഒരു മ്യൂസിക് മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ശരിക്കും. പക്ഷേ ഞാൻ പാടി തുടങ്ങിയപ്പോൾ SPBയുടെ പാട്ടുകൾ, അടിപൊളി പാട്ടുകൾ ഗാനമേളക്ക് പാടുന്നു. സിനിമയിൽ പാടിയപ്പോഴാണെങ്കിലും എല്ലാം ഇങ്ങനെ ഇതുള്ള അടിപൊളി പാട്ടുകൾ. പക്ഷേ ഉള്ളിലെവിടെയോ ഫാദറിൻ്റെ മ്യൂസിക്, ആ ഹിന്ദുസ്ഥാനി സംഗീതവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷൻസും ആ സംഗീതത്തിൻ്റെ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതൊക്കെ, ഫാദർ സിങ് ചെയ്തൊക്കെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനൊരു പാട്ട് സംഭവിച്ചപ്പോൾ അത് മോഹൻ സിത്താരയാണ് മ്യൂസിക്. ആദ്യം അദ്ദേഹത്തിനോടാണ് എനിക്ക്. കാരണം അദ്ദേഹം അതിനുവേണ്ടി പുള്ളി ഒരു എന്താ പറയുക, ഒരു പരീക്ഷണം നടത്തി എന്നുള്ളത് തന്നെ ശരിക്കും പറഞ്ഞാൽ. ആരും അങ്ങനെ പരീക്ഷിക്കൂല. ഇങ്ങനെ ഒരു സോങ് വരുമ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിൽ ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ട്, അത്തരത്തിലുള്ള പാട്ടുകൾ പാടാനുള്ള സിംഗേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ദാസേട്ടൻ ഉൾപ്പെടെയുള്ളവർ എൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ദാസേട്ടനെ പോലുള്ള ഒരു സിംഗിങ് ആണ് ഇതിൽ വേണ്ടിയതെന്നുള്ളത്. അപ്പോൾ കമൽ സാറിൻ്റെ അടുത്ത് മോഹൻ സിത്താര പറഞ്ഞ് ഇങ്ങനെ അഫ്സലിനെ കൊണ്ടൊന്ന് വെറുതെ ട്രൈ ചെയ്യിക്കുക അഫ്സൽ. അപ്പോൾ മോഹൻ ചേട്ടന് കുറേ കൂടി എൻ്റെ സിംഗിങ്ങിനെ കുറിച്ച് അറിയാം പുള്ളിക്ക്. അങ്ങനെ അപ്പോൾ മോഹൻ സിത്താര പറഞ്ഞ് ഇങ്ങനെ കമൽ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് പാടി നോക്ക്, പാടിയിട്ട് അഫ്സലൊന്ന് പാടി നോക്കിയിട്ട് നമുക്ക് നോക്കാം, ഇത് ഫിക്സ് ചെയ്യണ്ട, നോക്കാം, പാടി നോക്കാം. അങ്ങനെയാണ് ഞാൻ തൃശ്ശൂർ പോയിട്ട് പാടി കഴിഞ്ഞപ്പോൾ മോഹൻ സിത്താര പറഞ്ഞ് എനിക്ക് ഓക്കെയാണ്, കാരണം എനിക്കറിയാം നീ ഇത് എടുക്കാൻ പറ്റുമെന്നുള്ള പുള്ളിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ളവർ കമൽ സാറും ബാക്കിയുള്ള ക്രൂ എല്ലാവരും, മമ്മൂക്കാൻ്റെ സിനിമയാണ് ടി.എ. റസാക്ക്. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ തന്നത് ടി.എ. റസാക്കായിരുന്നു, അതിൻ്റെ റൈറ്റർ. പുള്ളി പറഞ്ഞു നീ ഇത്തരത്തിലുള്ളൊരു പാട്ട് പാടുന്നുള്ളത്, പുള്ളി എപ്പോഴും പറയും നീ കുറേ മലയാള സിനിമയിൽ കുറേ പാട്ടുകൾ പാടെങ്കിൽ ഈ ഒരു പാട്ട് നിനക്ക് അതൊരു ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. അത് ഇപ്പോൾ രാഹുൽ പറഞ്ഞവർ നമ്മൾ ഇത്ര അടിപൊളി പാട്ടുകൾ, എല്ലാ പാട്ടുകളും നമുക്ക് നമ്മുടെ സ്വന്തം തന്നെയാണ്. പക്ഷേ എങ്കിലും ഈ ഒരു പാട്ടിനൊരു ഈ പറഞ്ഞ ഒരു മാർക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ ടി.എ. റസാക്ക് അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കമൽ സാറാണെങ്കിലും അദ്ദേഹം ആ ടൈമിൽ അദ്ദേഹത്തിന് ഡയറക്ടറാണ്, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചിന്തിക്കുക, വേറെ ഒന്ന് മാറ്റി പാടും. പക്ഷേ അദ്ദേഹം ആ ഒരു കൺവിൻസ് ആയി എന്നുള്ളതാണ് ആ പാട്ടിന്. അപ്പം അതൊരു എൻ്റെ ലൈഫിൽ ഇപ്പോൾ അഫ്സൽ എന്നുള്ളൊരു സിംഗർ ഒരു അടിപൊളി സിംഗറായിട്ട് നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പാട്ടുകളും പാടാൻ പറ്റും എന്നുള്ളൊരു നമുക്ക് കാണിക്കാൻ പറ്റി എന്നുള്ളത്, അതിന് അപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടി. അത് കമൽ സാറിനോടും മോഹൻ സിത്താര സാറിനോടും എസ്പെഷ്യലി മമ്മൂക്കാനോടും എനിക്ക് പറയണം. കാരണം മമ്മൂക്ക ഇടയ്ക്ക് നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട് ഈ പാട്ട് ഒരു സ്പെഷ്യൽ അല്ലേ എന്ന് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അന്ന് പാട്ട് കേട്ടിട്ട് മമ്മൂക്ക അന്ന് ഞാൻ കണ്ടില്ല, അന്ന് കിട്ടില്ല. പിന്നെ കുറേ പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കാണുമ്പോഴൊക്കെ പറയും ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ മമ്മൂക്ക എപ്പോഴും പറയും. കുറേ അടിപൊളി പാട്ടുകളൊക്കെ പാടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾക്ക് ഒരു നമുക്ക് വാല്യൂ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പലപ്പോഴും കാണുമ്പോഴൊക്കെ പറയാറുണ്ട്.